الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കേവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ അടിയുറച്ചു മുന്നോട്ടു പോകാനുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തൊരാളുടെ വാക്കും പ്രവൃത്തിയും ഇടപെടലും ചിരിയും ദേഷ്യവും വികാരപ്രകടനവും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ലോകത്തിന് പാഠങ്ങളും മാതൃകകളും കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഖുർആനിൽ താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്, പ്രവാചകരെ അല്ലാഹുവിന്റെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ താങ്കളുടെ സ്വഭാവം പരുഷമാവുകയും ആളുകൾ താങ്കളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുമായിരുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് മഹാനായ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞത് അതുകൊണ്ടാണ്. സൽഗുണസമ്പന്നതയിലും സൽസ്വഭാവത്തിന്റെ പെരുമാറ്റത്തിലും ശത്രുക്കളെപ്പോലും അമ്പരപ്പിച്ചിട്ടുണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊല്ലാനൊരുമ്പിട്ടിറങ്ങിയവരെപ്പോലും അനുയായികളാക്കി മാറ്റിയത് ആ എളിമയും താഴ്മയും സ്വഭാവ വൈശിഷ്ട്യങ്ങളും മാത്രമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തർക്കിക്കാനും കലഹിച്ച് ജയിക്കാനും അവസരങ്ങളുണ്ടായിട്ടും അതിന് പോയില്ല. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും അസഭ്യം പറഞ്ഞില്ല. പ്രവാചകന്റെ പക്കൽ നിന്ന് കനത്ത ശകാരം എനിക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ പ്രവാചകൻ എന്നെ ചീത്ത പറഞ്ഞില്ല,
എന്ന് പറഞ്ഞ സ്വഹാബിമാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരാളെയും കുറ്റപ്പെടുത്താത്ത, ഒരാളെയും ആക്ഷേപിക്കാത്ത, ഒരാളോടും ക്ഷുഭിതനാകാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ വികാരഭരിതനായിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ കനത്ത പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ദേഷ്യപ്പെടാത്ത വ്യക്തി ദേഷ്യപ്പെടുമ്പോൾ, ശകാരിക്കാത്ത വ്യക്തി ശകാരിക്കുമ്പോൾ അതത്രയും അത്യാവശ്യ കാര്യത്തിനായിരിക്കണം എന്നത് തന്നെയാണ്. എന്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വൈകാരികമായി പ്രതിഷേധാത്മകമായി പ്രതികരിക്കാൻ പ്രേരിപ്പിച്ച കാരണങ്ങൾ? ഒരു സന്ദർഭം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബല ഇലൈഹി റഹ്തുൻ ഫബായഅ തിസ്അ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു സംഘം വന്നു. ആ സംഘത്തിൽ നിന്ന് പ്രവാചകൻ 9 പേരുടെ ബൈഅത്ത് സ്വീകരിക്കുകയുണ്ടായി. ഒരാളുടെ ബൈഅത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാതെ അയാൾ ഉപേക്ഷിച്ചു. സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, നബിയെ, 9 പേരിൽ നിന്ന് താങ്കൾ ബൈഅത്ത് സ്വീകരിച്ചു, എന്താണ് 10ാമന് ഉപേക്ഷിച്ചത് എന്ന് ചോദിച്ചപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അലൈഹി തമീമ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഏലസുണ്ട് എന്നാണ്. സുഹൃത്തുക്കളെ, ഒരു വിശ്വാസിയുടെ അഭയം അല്ലാഹുവാണ്. വതവക്കൽ അൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്തവനായ പടച്ച റബ്ബിലാണ് നീ എല്ലാം ഏൽപ്പിക്കേണ്ടത്. വഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, നീ വല്ലതും തീരുമാനിച്ചാൽ പടച്ച റബ്ബിലാണ് നീ അതിനെ ഭരമേൽപ്പിക്കേണ്ടത്. നിനക്ക് വല്ലതും നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ ആ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യണം. വസ്തഈൻ ബില്ലാഹ്, നീ അല്ലാഹുവിൽ സഹായം തേടുകയും വേണം. നിനക്ക് വല്ലതും നഷ്ടപ്പെട്ടാൽ നീ പറയരുത്, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് നഷ്ടപ്പെടുമായിരുന്നില്ല. നിനക്ക് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ നീ പറയേണ്ടത് എല്ലാം റബ്ബിന്റെ വിധിയാണ് എന്ന് നീ പറയണം. കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയും നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടിയും രോഗങ്ങളും വിപത്തുകളും അപകടങ്ങളും പരാജയവും ബാധിക്കാതിരിക്കാൻ വേണ്ടിയും ഷിർക്കിന്റെ വക്താക്കൾ എക്കാലത്തും ചെയ്തിട്ടുള്ള വലിയൊരു അന്ധവിശ്വാസവും ആത്മീയ കച്ചവടത്തിന്റെ ഒരു ടൂളുമാണ് ഇത്തരം മന്ത്രിച്ചൂതിയ ഏലസുകൾ. മൻ തഅല്ലഖ ശൈഅൻ വുകില ഇലൈ, ആരെങ്കിലും ശരീരത്തിൽ വല്ലതും ബന്ധിച്ചാൽ അവൻ അതിന്മേൽ ഭരമേൽപ്പിക്കപ്പെട്ടു. ഇന്നർ റുഖാ വത്തമാഇമ വത്തിവലത ശിർക്കുൻ, നിശ്ചയമായിട്ടും അനിസ്ലാമികമായ മന്ത്രവും കണ്ണേറിന് രക്ഷയ്ക്കായിട്ട് കെട്ടുന്ന ഏലസുകളും ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിയാൽ അവരെ യോജിപ്പിക്കുന്ന കവചങ്ങളുമൊക്കെ ഷിർക്കാണ്. അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള വസ്തുക്കളായിരുന്നു ഇത്. ഇത്തരം കാര്യങ്ങൾ ബന്ധിപ്പിക്കുന്ന, കെട്ടുന്ന, കുഴിച്ചുമൂടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം എന്താണ്? നമസ്കാരത്തിന് ശേഷം നാം പറഞ്ഞത് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത, അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞതിനെ തിരിച്ചു വാങ്ങാൻ ആരുമില്ലെന്ന് പറയുന്ന ഒരാൾക്ക് എന്തിനാണ് ഏലസ്? ഒന്നും വേണ്ട. ഏതൊരു മുസ്ലിമിനും, അവൻ ഏത് തറവാട്ടിൽ ജനിച്ചവനാകട്ടെ, ഏത് കൂട്ടായ്മയുമായി ബന്ധമുള്ളവനാകട്ടെ, ഏതൊരു മുസ്ലിമിനോടും ന്യായമായി നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം, നമ്മുടെ കൂടെയുള്ളവരോട് നാം ചോദിക്കേണ്ട ചോദ്യം, നമ്മുടെ മനസ്സിനോട് നാം ചോദിക്കേണ്ട ചോദ്യം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഏലസ് ഉണ്ടായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ വളരെ മനോഹരമായി വർണ്ണിച്ച സ്വഹാബിമാരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപവും കോലവും ഭാവവും അവിടുത്തെ മുടിയിഴകളിൽ നരബാധിച്ച എണ്ണിയെടുക്കാവുന്ന മുടികളുടെ എണ്ണം പോലും വർണ്ണിച്ച സ്വഹാബത്തുണ്ട്. അവരാരെങ്കിലും പറഞ്ഞോ റസൂലിന്റെ അരയിൽ ഞാൻ ഏലസ് കണ്ടു, നബിയുടെ കൈകളിൽ ഏലസ് ഉണ്ടായിരുന്നുവെന്ന്? മറിച്ച് നേർ വിപരീതമായിട്ടുള്ളതാണ് ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസ സംരക്ഷണത്തിന്റെ വഴിയിൽ ഏറെ ഗൗരവപ്പെട്ടതാണ് ഇത്തരം ഉപദേശങ്ങൾ. വിശ്വാസകാര്യങ്ങളാണ് ഇസ്ലാമിന്റെ അടിത്തറ. അതിന് അബദ്ധം സംഭവിച്ചാൽ, അതിന് തകർച്ച സംഭവിച്ചാൽ ഒരാൾ എത്ര വലിയ പുണ്യങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. ഇത്തരം മേലസ്സുകളും മന്ത്രങ്ങളും കാര്യങ്ങളുമൊക്കെയായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എന്നെ സംരക്ഷിക്കുന്നത് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് ഷിർക്കുൻ അക്ബറാണ്. സംരക്ഷിക്കുന്നത് പടച്ചോൻ തന്നെയാണ്, പക്ഷേ ഇത് കാരണത്താലാണ് അള്ളാഹു എന്നെ സംരക്ഷിക്കുന്നത് എന്ന് വിചാരിച്ചാൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. വസീലത്തുൻ ഇല ഷിർക്ക്, ഷിർക്കിലേക്ക്, അക്ബറായ ഷിർക്കിലേക്ക് എത്തുന്ന വസീലയാണ് എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ,
എല്ലാവരോടും മാന്യമായി പെരുമാറിയ റസൂലുള്ളാഹ് അവഗണിച്ച, പ്രതിഷേധിച്ച, മുഖം വിവർണമാക്കിയ ഒരു ഘട്ടമാണ് വിശ്വാസരംഗത്ത് കടന്നുകൂടുന്ന അന്ധവിശ്വാസങ്ങളും അപജയങ്ങളും. അത് നാം കരുതിയിരിക്കണം. രണ്ടാമത്തെ കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നു. റഅ ഖാതമൻ മിൻ ദഹബിൻ മിൻ യദി റജുലിൻ, ഒരാളുടെ കയ്യിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർണത്തിന്റെ മോതിരം കണ്ടു. ഫനസഅഹു വതറഹു, റസൂലുള്ളാഹി അത് ഊരിയിട്ട് എറിഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, യഅമിദു അഹദുക്കും ഇലാ ജംറത്തിൻ മിൻ നാരി ഫയജഅലുഹാ ഫി യദിഹി, നരകത്തിലെ കല്ലുകൾ കൊണ്ട് ഒരു മോതിരം നിർമ്മിക്കുകയും അത് നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ ധരിക്കുകയും ചെയ്യുകയാണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. പുരുഷന് വിലക്കപ്പെട്ടതാണ് സ്വർണം ഉപയോഗിക്കുക എന്നത്, സ്വർണം ധരിക്കുക എന്നത്. അത് ധരിച്ച ഒരാളോട് റസൂലുള്ള ചോദിക്കുകയാണ്, നരകത്തിന്റെ ഒരു കഷ്ണം നിന്റെ കയ്യിൽ ധരിച്ചുകൂടായിരുന്നോ എന്ന് റസൂലുള്ള അദ്ദേഹത്തോട് ഗൗരവപൂർവ്വം ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രതികരണം എത്രത്തോളം ഗൗരവപൂർണമായിരുന്നു എന്നത് നബി അവിടെ നിന്ന് പോയതിനു ശേഷം സ്വഹാബത്തിന്റെ ആ സംസാരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പോയി. ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഖുദ് ഖാതമക ഇൻതഫഅ ബിഹി, നീ ആ റസൂലുള്ളാഹി ഊരി എറിഞ്ഞ മോതിരം എടുത്തിട്ട് ഉപയോഗിച്ചോ. ധരിക്കാൻ ഉപയോഗിക്കേണ്ട, നിന്റെ പെൺമക്കൾക്ക് ഉപയോഗിക്കാം, അത് വിറ്റിട്ട് നിനക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്ക്, വല്ലാഹി ലാ ആഖുദുഹു വഖദ് തുറഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചെറിഞ്ഞ ഒരു സാധനം, വലിച്ചെറിഞ്ഞ ഒരു സാധനം ഞാനിനി ഒരിക്കലും എന്റെ കൈകൾ കൊണ്ട് സ്പർശിക്കുക പോലുമില്ല എന്നാണ്. അപ്പൊ അത്രയും അധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ ഗൗരവവും പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ടാകണമെന്നതാണ് ആ ഒരു സ്വഹാബിയുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാരി വലിച്ചെറിഞ്ഞതാണ് പലപ്പോഴും നമുക്ക് ആനന്ദം. എന്താണ് ഒരു കല്യാണ വീടുകളിൽ നിന്ന് നടക്കുന്നത്? എന്തൊക്കെയാണ് ആഘോഷങ്ങളുടെ പേരിൽ നടക്കുന്നത്? വേഷവിധാനങ്ങളുടെ സൗന്ദര്യബോധത്തിന്റെ പേരിൽ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത് മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവിടുത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കനത്ത നിഷിദ്ധമാക്കിയ തരത്തിലുള്ള വസ്ത്രധാരണങ്ങളും വേഷവിധാനങ്ങളും സൗന്ദര്യ സങ്കല്പങ്ങളും, ഉണ്ണലും ഉറങ്ങലും സമ്പാദിക്കലും സൗകര്യങ്ങൾ ഏർപ്പെടുത്തലും എല്ലാം പ്രവാചകൻ വാരി വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ജീവിതം ഇന്ന് മുസ്ലിം സമൂഹം തന്നെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രതിഷേധത്തെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. ഒരു സ്വർണ്ണമോതിരമാണ് ഇവിടുത്തെ വിഷയമെങ്കിൽ ഒരു സ്വർണ്ണമോതിരം മാത്രമല്ല ഈ ഒരു പ്രതിഷേധം അർഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും കൂട്ടിച്ചേർത്ത് വായിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ കാര്യം സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന റജുലൻ അകല ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശിമാലിഹി, ഇടത് കൈകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ ഒരാൾ ഭക്ഷണം കഴിച്ചു. ഫഖാല കുൽ ബിയമീനിക്, നീ നിന്റെ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക. ലാ അസ്തതിഅ, അദ്ദേഹം പറഞ്ഞു എനിക്ക് സൗകര്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു ലസ്തതഅത, എങ്കിൽ നിനക്കതിന് സൗകര്യപ്പെടുകയുമില്ല. മാ മനഅഹു ഇല്ലൽ കിബർ, കിബറാണ് അയാളെ ആ ഒരു കൽപ്പന അനുസരിക്കുന്നിടത്ത് നിന്ന് തടഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ ഫമാ റഫഅഹ ഇലാ ഫീ, പിന്നീട് ഒരിക്കലും അയാളുടെ വലതു കൈ വായിലേക്ക് ഉയർന്നിട്ടില്ല എന്നാണ്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, പലരുടെയും വാക്കിന് നമ്മൾ എതിര് പ്രവർത്തിക്കുന്നുണ്ടാവും, പലരുടെയും കൽപ്പനകൾ നമ്മൾ തള്ളിക്കളയുന്നുണ്ടാകും, പലരുടെയും ശാസനകൾ നമ്മൾ മുഖവിലക്കെടുക്കുന്നുണ്ടാവില്ല. പക്ഷെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളും ശാസനകളും നാം മുഖവിലക്കെടുത്തില്ലെങ്കിൽ അതിന്റെ തിക്തഫലം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമെന്നതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിച്ചവന് എന്തേ റസൂലുള്ള പറഞ്ഞപ്പോൾ അനുസരിക്കാൻ പറ്റാതെ പോയത്? അയാളുടെ അഹങ്കാരമായിരുന്നു. ഇന്ന് ഇത്തരമൊരു അഹങ്കാരമെന്ന് സ്വയം പറയില്ലെങ്കിലും പരിഷ്കാരത്തിന്റെ പേരിൽ, വൃത്തിയുടെ പേരിൽ, അഭിമാനബോധത്തിന്റെ പേരിൽ സ്റ്റാറ്റസ് സിംബലായിട്ട് ആളുകൾ ഇടത് കൈകൊണ്ട് മോഡലായി വെള്ളം കുടിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, ദീൻ എന്ന് പറഞ്ഞാൽ അനുസരണമാണ്. ദീൻ എന്ന് പറയുന്നത് അനുസരണമാണ്. ഒരു കൈയിൽ ചായയും മറ്റേ കൈയിൽ കടിയും ഉണ്ടായാൽ മനസ്സിലാക്കിക്കൂടെ രണ്ട് കൈ കൊണ്ട് തിന്നേണ്ടി വരും എന്ന് ചോദിക്കുന്ന ഒരുത്തനുണ്ടാകാം. എന്നാൽ എന്റെ റബ്ബ് എന്റെ വലത് കൈ കൊണ്ടാണ് തിന്നാനും കുടിക്കാനും പറഞ്ഞത്. അതുകൊണ്ട് ആദ്യം കുടിച്ച് പിന്നീട് കൈകൾ മാറ്റി കടിയും വലത്തേ കൈ കൊണ്ട് തിന്നുമ്പോഴാണ് ഞാനൊരു മുസ്ലിമാകുന്നത് എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഇസ്ലാമിന്റെ മനോഹാരിത കുടികൊള്ളുന്നത് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. ആർക്കും പറ്റും സുഹൃത്തുക്കളെ, ഒരു കാര്യം കേട്ടാൽ അത് വലിച്ചെറിയാനും അവഗണിക്കാനും അതിനെ തിരസ്കരിക്കാനും അതിനെതിരെ ചിന്തിക്കാനും ആർക്കും പറ്റും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അതിനതിൻ്റെതായ ഗൗരവം കൊടുക്കാൻ മനസ്സിൽ തൊണ്ടയിൽ നിന്ന് ഈമാൻ ഹൃദയത്തിലേക്ക് ഇറങ്ങിയ ഒരാൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല.
അതുകൊണ്ട് ഇന്നലെ കല്യാണം കഴിച്ച രണ്ടുപേരോട് നിങ്ങൾ മുലകുടി ബന്ധത്തിലെ സഹോദരങ്ങളാണെങ്കിൽ ഇപ്പോൾ പിരിയണം എന്ന് റസൂലുള്ള പറഞ്ഞപ്പോൾ ഒട്ടും വൈമനസ്യം കൂടാതെ അവർ മാറി നിന്നത് തൊണ്ടയിലല്ല അവരുടെ ഈമാൻ, നാവിൻ തുമ്പത്തല്ല അവരുടെ ഈമാൻ ഹൃദയത്തിനകത്താണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ രൂക്ഷമായി അവിടുത്തെ പ്രതിഷേധം അറിയിച്ച ഒരു കാര്യം ഇടത് കൈകൊണ്ട് തിന്നുന്നതും കുടിക്കുന്നതുമാണ്. ഇന്ന് തിന്നാനും കുടിക്കാനും ഉണ്ടല്ലോ യഥേഷ്ടം. പടച്ചറബ് നമുക്ക് യഥേഷ്ടം തിന്നാനും കുടിക്കാനുമുള്ളത് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ആളുകളുടെ ഒരു ഭാവം എന്തെന്ന് ചോദിച്ചാൽ യഥേഷ്ടം വലിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അവിടെ അള്ളാഹുവിന്റെ കൽപ്പന നമ്മൾ പാലിക്കണം. കുലു വസ്റബു വലാ തുസ്രിഫു, നിങ്ങൾ അമിതത്വം കാണിക്കരുത്. ഇമാം ഷാഫിഈ റഹ്മഹുള്ള പറഞ്ഞത് ഖുർആനിലെ ഈ ആയത്തിൽ എല്ലാ മെഡിസിനും ഉണ്ട് എന്നാണ്. ഈ ആയത്തിൽ എല്ലാ മെഡിസിനും ഉണ്ട്. നമുക്ക് ദോഷമില്ലാത്ത എന്തും നമുക്ക് കഴിക്കാം, പക്ഷെ പാകത്തിന് കഴിക്കണം. അപ്പോൾ നമുക്ക് ജീവിതകാലം മുഴുവൻ കഴിക്കാം. ഇത് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ സംഭവമായിട്ട് ജാടക്ക് വേണ്ടിയിട്ട് വാരി വലിച്ച് കഴിച്ചത് റീൽസാക്കി പറത്തിവിടുമ്പോൾ ഒരു 10-45 കൊല്ലം കഴിഞ്ഞാൽ ഒന്നും തിന്നാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് പടച്ചറബ് സുബ്ഹാനഹു വ തആല തന്നതിന് മിതമായി ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം, വേസ്റ്റ് ആക്കാതിരിക്കാൻ പറ്റണം. എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഒരു അരിമണി നമ്മുടെ ടേബിളിൽ, നമ്മുടെ തീന്മേശയിൽ എത്തിയതെന്നറിയോ? ആന്ധ്രാപ്രദേശിലെ ഏതോ ഒരു കർഷകൻ വിതച്ച വിത്ത് അത് മുളച്ച് ഒരു നെല്ലായി, അതിൽ നിന്ന് കറ്റമെയ്തുണ്ടാക്കിയെടുത്ത ആ നെല്ലിനെ കഴുകി വൃത്തിയാക്കി പുഴുങ്ങി അരിയാക്കി വിവിധ ഗോഡൌണുകളിലേക്ക് കിലോമീറ്ററുകൾ ചാക്കിലാക്കി വാഹനത്തിൽ സഞ്ചരിച്ച അവസാനം നമ്മുടെ അടുക്കളയിലെ പാത്രത്തിൽ വെച്ചത് പൈപ്പിൽ വെച്ച് ഉമ്മ കഴുകിയപ്പോൾ പോലും വീഴാത്തത് വേവിച്ച് നമ്മുടെ പാത്രത്തിലെത്തിയപ്പോഴാണ് താഴെ പോയത്. ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് ഇത്ര തൊട്ടടുത്തുനിന്ന് അത് വായിൽ പോകാതിരിക്കുക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത കാണിക്കണം. വേണ്ടത് മാത്രം എടുക്കാനും എടുത്തത് മുഴുവൻ കഴിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ ഫുഡ് പടച്ചറബ് പറഞ്ഞതുപോലെ കഴിക്കാൻ നമുക്ക് പറ്റണം. മാലിന്യമല്ലല്ലോ കഴിക്കുന്നത്. അതുകൊണ്ട് കയ്യിലെ ചോറും കറിയും ഗ്ലാസ്സിലായി എന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കറിയും ചോറുമായ പ്ലേറ്റ് കഴുകുമെങ്കിൽ കറിയായ ഗ്ലാസ് കഴുകാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു കോമൺ സെൻസിൽ നിന്നുകൊണ്ട് ഈ ഒരു കൽപ്പനയെ നമുക്ക് പാലിക്കാൻ പറ്റണം. റസൂലുള്ള അവരോടും പ്രതിഷേധം കാണിച്ചത് നമുക്ക് അത്തരം കൽപ്പനകൾ അനുസരിക്കാനുള്ള ഒരു പ്രചോദനമായിരിക്കണം. നാലാമത്തെ കാര്യം സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് വന്നു. ഉതിയൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിറജുലിൻ ഖതല നഫ്സഹു ബിമശാഖിസ്, ഉളികൊണ്ട് തന്റെ ശരീരം മുറിപ്പെടുത്തി സ്വന്തത്തെ കൊല ചെയ്ത് ആത്മഹത്യ ചെയ്ത ഒരാളുടെ മയ്യത്ത് റസൂലിന്റെ അടുക്കലെത്തിയപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫലം യുസല്ലി അലൈഹി, റസൂലുള്ള അയാൾക്ക് വേണ്ടി നമസ്കരിച്ചില്ല. സ്വഹാബത്തിനോട് പറഞ്ഞു, സല്ലൂ ലി സ്വഹിബിക്കും, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് മാറി നിന്നു. അതെന്തിനായിരുന്നു? ആത്മഹത്യ ചെയ്ത ഒരാൾക്ക് വേണ്ടി നമസ്കരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കാനല്ല, അത് അനുവദിച്ച കാര്യമാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ്. ഇത്തരമൊരു കാര്യം ചെയ്തിട്ട് റസൂലുള്ള ഒരു ഭാവ വ്യത്യാസവുമില്ലാതെ സാധാരണ ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്ന പോലെ നിസ്കരിച്ചാൽ അതിലൂടെ ഒരു മോശപ്പെട്ട ഒരു അധ്യാപനം നടക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിന്റെ ഗൗരവം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയും അയാൾക്ക് അദ്ദേഹത്തിന്റെ ദുആ ലഭിക്കാതിരിക്കാൻ വേണ്ടിയുമാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ കൂടപ്പിറപ്പാണ്. അതിനെ അതിജയിക്കാനും പടച്ചറബുണ്ടെന്ന അങ്ങേയറ്റത്തെ ബോധത്തോടുകൂടെ പടച്ചറബിനോട് ചോദിക്കുവാനും എന്തെല്ലാം സംഭവിച്ചാലും ക്ഷമിച്ചും സഹിച്ചും ഞാൻ മുന്നോട്ടു പോകുമെന്നും എന്റെ ആഗ്രഹങ്ങളല്ല ഇവിടെ നടക്കുന്നത് എന്നും ഇത്രയും കാലം ഞാൻ ആഗ്രഹിച്ചതെല്ലാം നടന്നിട്ടില്ലെങ്കിൽ ഇതും അങ്ങനെ തന്നെയാണ്, ഈ നിമിഷവും കടന്നു പോകും എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ക്ഷമിക്കാനും സഹിക്കാനും പടച്ചറബ് നൽകിയ ജീവനെ അവൻ തിരിച്ചെടുക്കും വരെ ജീവിക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രതിഷേധത്തിന് നമ്മളും അർഹരായി മാറും. അഞ്ചാമത്തെ കാര്യം സഹോദരന്മാരെ, എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പദ്ധതികളുമാണ്. പക്ഷെ അതിനുള്ള സാമ്പത്തികം കയ്യിലില്ല. അപ്പോൾ പിന്നെ എല്ലാവരുടെയും മുന്നിലുള്ള ഓപ്ഷൻ എന്താണ്? നിരന്തരമായി ബാങ്കിൽ നിന്ന് കോൾ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ലോൺ അനുവദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത്ര ഇൻട്രസ്റ്റ് മാത്രമേ അതിൽ വരുന്നുള്ളൂ, താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഭാഗമാകാം. ഇങ്ങനെ ഒരുപാട് നിരവധി ഓപ്ഷൻസ് നമ്മുടെ ചുറ്റുപാടിലുണ്ട്, പലിശയായിട്ടും കടമായിട്ടും ഒക്കെ. അതുകൊണ്ട് ആളുകൾ ചെയ്യുന്നത് അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ കടമെടുത്ത് ആ കടം കൊണ്ട് കൈകാര്യങ്ങൾ ചെയ്ത് വലിയ പണക്കാരന്റെ വേഷം ധരിച്ച് ആളുകൾക്കിടയിലൂടെ നടക്കുമ്പോഴും കോടികളുടെ കടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു മയ്യത്ത് വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് ചോദിച്ചു, അലൈഹി ദൈൻ, ഈ മനുഷ്യന്റെ മേൽ കടമുണ്ടോ? ഹൽ തറക അലൈഹി ദൈനൻ, ഇയാൾ വല്ല കടവും ബാക്കി വെച്ചിട്ടാണോ മരിക്കുന്നത്? സ്വഹാബത്ത് പറഞ്ഞു, അതെ, അദ്ദേഹത്തിന്റെ മേൽ കടമുണ്ട് നബിയേ. 2 ദീനാറായിരുന്നു അദ്ദേഹത്തിന് കടമുണ്ടായിന്, ആകെ 2 ദീനാറ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ നമസ്കാരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പറഞ്ഞു, സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി നമസ്കരിക്കുക എന്ന് പറഞ്ഞ് കടബാധിതനാണെന്നറിഞ്ഞപ്പോൾ റസൂൽ നിന്ന് മാറി നിന്നു. ആ 2 ദീനാർ ഒരാളെ ഏറ്റെടുത്തു എന്നറിഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഇമാമത്ത് നിന്ന് നമസ്കരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എത്ര ഗൗരവമാണ് ഈ കാര്യം. നിസാരമായ വിഷയത്തിന് കടം വാങ്ങിച്ചു കൂട്ടിയിട്ട് അത് വീട്ടണമെന്ന് ഒരു കൂട്ടവുമില്ലാതെ ആരിൽ നിന്നാണോ വാങ്ങിയത് അവരുടെ ഫോൺ ബ്ലോക്ക് ചെയ്ത് അവരെ കാണുന്നിടത്തൊക്കെ മുങ്ങി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് അഭിമാനത്തിന്റെ വലിയ വലിയ മുഖങ്ങൾ നിർമ്മിച്ചെടുത്തുകൊണ്ടാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ബന്ധനസ്ഥനാണ്. മുഅല്ലഖത്തുൻ ബിദൈനിഹി, ഒരാൾ തന്റെ കടത്തിന്റെ പേരിൽ ബന്ധനസ്ഥനാണ്. കടം വീട്ടുന്നതുവരേക്കും മയ്യത്ത് മുന്നിൽ വെച്ച് ആളുകൾ പറയും, കടം മകനേറ്റു, മകളേറ്റു, അല്ലെങ്കിൽ ഇന്നയാളേറ്റു, ജ്യേഷ്ഠനേറ്റു, അനിയനേറ്റു എന്ന് പറയും. ഏറ്റതുകൊണ്ട് കാര്യമില്ല, അത് വീട്ടണം. മരിച്ചു കൊല്ലങ്ങളായിട്ട് ഇപ്പോഴും വീട്ടാത്ത കുറെ ഏറ്റെടുത്തു പോയ കുറെ കേസുണ്ട്. ഏറ്റതുകൊണ്ട് കാര്യമില്ല. നമ്മൾ വിചാരിക്കും നമ്മളിത് വീട്ടാൻ ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഏറ്റെടുക്കാൻ കുറെ ആളുകളുണ്ടാവുമല്ലോ എന്നൊക്കെ. ഏറ്റതുകൊണ്ട് കാര്യമില്ല. വീട്ടിയെങ്കിൽ മാത്രമേ ആ മയ്യത്ത് മോചിതനാവുകയുള്ളൂ. യുഗ്ഫറു ലിശ്ശഹീദ് കുല്ലദ്ദംബ്, ഷഹീദിന് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും, ഇല്ലദ്ദൈൻ, കടമൊഴികെ. അപ്പോൾ എപ്പോൾ കടം വാങ്ങണം? വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അത്യാവശ്യമായ പരിമിതമായ എമൗണ്ട് മാത്രം, മറ്റു വഴികളൊന്നുമില്ലെങ്കിൽ അതും പലിശരഹിതമായ വഴികളിലൂടെ കിട്ടുന്ന വഴികൾ മാത്രമേ നമുക്ക് തേടാവൂ. പലിശയിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ അത് വലിയ പരാജയമായിരിക്കും. അതിൽ നിന്ന് മോചനം നമുക്ക് സാധ്യമാവുകയില്ല. അതുകൊണ്ട് കടത്തിന്റെ കാര്യം നമ്മൾ ഗൗരവത്തിൽ കാണുക. വാങ്ങിച്ചുവെങ്കിൽ അത് സമയബന്ധിതമായി വീട്ടാനുള്ള പദ്ധതികളും ആസൂത്രണങ്ങളും നമ്മൾ നടത്തി മരിക്കും മുമ്പ് നമ്മുടെ കടങ്ങൾ നമുക്ക് തന്നെ വീട്ടി മരിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഷേധമറിയിച്ച ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സുഹൃത്തുക്കളെ, ന്യായത്തിന്റെ കൂടെയാണ് എപ്പോഴും ഒരു വിശ്വാസി നിൽക്കേണ്ടത്. വിശ്വാസികളെ, കൂനൂ മഅ സ്വാദിഖീൻ, നിങ്ങൾ സത്യവാൻമാരുടെ കൂടെ ചേരുക എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ നമ്മളോട് ആഹ്വാനം നിർവഹിക്കുന്നുണ്ട്. മഖ്സൂമിയ ഗോത്രത്തിന്റെ നേതൃനിരയിൽ നിൽക്കുന്ന ഒരു സ്ത്രീ, അവർ മോഷണം നടത്തിയപ്പോൾ സ്വഹാബത്ത് ആരാണ് അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇളവ് ചോദിക്കുക എന്ന് ചർച്ച ചെയ്തു. അങ്ങനെ മഹാനായ സ്വഹാബി ഉസാമത്ത് ബിൻ സയ്യിദ് ഹിബ്ബ് റസൂലില്ലാഹ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിബ്ബ് എന്ന് പരിചയപ്പെടുത്തപ്പെട്ട സയ്യിദിന്റെ മകൻ ഉസാമയെ നിയമിക്കുകയുണ്ടായി. ഫകല്ലമഹു ഉസാമ റളിയല്ലാഹു അൻഹു, ആ മഖ്സൂമിയ ഗോത്രത്തിന്റെ ആ നേതൃനിരയിൽ നിൽക്കുന്ന സ്ത്രീ, അവരുടെ മേലുള്ള മോഷണത്തിന്റെ കുറ്റം നടപടി അത് കുറച്ചു കിട്ടാൻ ഇളവിന് വേണ്ടി റസൂലുള്ളാഹിയോട് ശുപാർശ നടത്തി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇന്നമാ ഹലക്കല്ലദീന മിൻ ഖബ്രിക്കും അന്നഹും കാനൂ ഇദാ സരിഖ ഫീഹിമു ശരീഫ് തറകൂഹു വഇദാ സരിഖ ഫീഹിമു ദഈഫ് അഖാമു അലൈഹിൽ ഹദ്. നിങ്ങളുടെ മുൻഗാമികൾ നശിപ്പിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവരിൽ മാന്യനായ നേതൃനിരയിൽ നിൽക്കുന്ന അറിയപ്പെട്ട ഒരാളാണ് മോഷണം നടത്തിയതെങ്കിൽ തറകൂഹു, അവർ അയാളെ ഉപേക്ഷിക്കും. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ദുർബലനാണ് മോഷണം നടത്തിയതെങ്കിൽ അയാൾക്ക് നേരെ അവർ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഇത് കാരണത്താലാണ് നിങ്ങളുടെ മുൻഗാമികൾ നശിപ്പിക്കപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും റസൂലുള്ള മുഖം വിവർണമാക്കുകയും, മോഷണം നടത്തിയ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ എന്നോട് വാദിക്കുകയോ, ലൗ സരിഖത് ഫാത്തിമ ബിൻത് മുഹമ്മദ് ലഖതഅതു യദഹാ, മുഹമ്മദിന്റെ പുത്രി ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ ഫാത്തിമന്റെ കൈയും ഞാൻ മുറിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നന്മയ്ക്ക് മാത്രമേ നമ്മൾ ശുപാർശ പറയാവൂ. നന്മയും സത്യവും നീതിയും എവിടെയുണ്ടോ അവിടെയാണ് നാം ചേക്കേറേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവർ ജീവിച്ചത് കനൽ പഥങ്ങളിലൂടെയാണ്. ഒരുപാട് സ്വീകരണവും അംഗീകാരവും സ്ഥാനമാനങ്ങളും സമ്പത്തും അവർക്ക് മുന്നിൽ വിരിച്ചു വെച്ചുകൊടുത്തിരുന്നു മക്കയിലുള്ള സത്യനിഷേധികൾ. പക്ഷെ എന്നിട്ടും അവരാരും അതിലേക്ക് പോയില്ല. സത്യത്തിന്റെ കൂടെ ശക്തമായി ഉറച്ചു നിൽക്കാൻ അവർ കാണിച്ച തന്റെ ഇടം, ആ തന്റെ ഇടം നമുക്കില്ലെങ്കിൽ അസത്യത്തിനു വേണ്ടി വാദിക്കുകയും അസത്യത്തിന്റെ കക്ഷികളെ സംരക്ഷിക്കുകയും അസത്യത്തിനു വേണ്ടി സംഘം ചേരുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ
നമുക്ക് നാശത്തിലേക്കാണ് എത്തിക്കുക എന്ന കാര്യം നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഷേധമറിയിച്ച ഏഴാമത്തെ ഒരു കാര്യം അനുസരണക്കേടാണ്. റസൂലുള്ള എന്നും നോമ്പെടുക്കും. വിസാൽ നോമ്പ് എന്ന് പറയാം. ഒരു നോമ്പ് നോറ്റ് ആ നോമ്പ് മഗ്രിബായാലും മുറിക്കാതെ അടുത്ത ദിവസവും നോമ്പ് നോറ്റ്, അടുത്ത ദിവസവും നോമ്പ് നോറ്റ്, അടുത്ത ദിവസവും നോമ്പ് നോറ്റ്. എന്താ അതിന് കാരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ചോറ് ഉരുട്ടി തിന്നാതെ തന്നെ റിസ്ക് നൽകാൻ, വിശപ്പടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നമുക്കത് നിഷിദ്ധമാണ് ആ നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പ് നിർബന്ധമാണ്. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയപ്പോൾ വന്നിട്ട് ചോദിക്കാൻ, യാ റസൂലല്ലാഹ് തുവാസിൽ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുക്കും മിസ്ലി, നബിയെ നിങ്ങൾ വിസാൽ നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ, ഞങ്ങളും നോമ്പ് നോറ്റോട്ടെ. റസൂൽ ചോദിക്കുക, അയ്യുക്കും മിസ്ലി, നിങ്ങളിൽ ആരാണ് എന്നെ പോലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കാരണങ്ങൾ പറഞ്ഞു. എന്നിട്ട് ആ വിസാൽ നോമ്പിൽ നിന്ന് അവരെ വിലക്കുകയുണ്ടായി. അവർ വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഒരു ദിവസം നോമ്പ് നോൽക്കാൻ അവർക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ ഒരു ദിവസം 2 നോമ്പ് അവർ ചേർത്ത് നോമ്പ് നോറ്റു. അടുത്ത ദിവസം പെരുന്നാളാകാതെ വരികയും വീണ്ടാമത്തെ ദിവസവും അവർക്കതുപോലെ നോൽക്കേണ്ടി വന്നു. സ്വഹാബത്ത് പറയാണ്, അടുത്ത ദിവസവും നോമ്പുണ്ടായിരുന്നെങ്കിൽ അവർ വിസാല നോമ്പ് അവരെ കൊണ്ട് നോൽപ്പിക്കുമായിരുന്നു. എന്തിനു വേണ്ടി? കൽ മുനക്കിലി ബിഹിം ഹീന അബൗ, അവർ വിസമ്മതിച്ചതിനുള്ള ശിക്ഷ എന്നോണം. വേണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിച്ച് വിസാൽ നോൽക്കണമെന്ന് പറഞ്ഞ സ്വഹാബത്തിന് 2 ദിവസം അടുപ്പിച്ച് നോമ്പ് നോൽക്കേണ്ടി വന്നു. 3-ാമത്തെ ദിവസം നോമ്പുണ്ടായിരുന്നെങ്കിൽ റസൂലുള്ള അന്നും അവരെ അതിന് സമ്മതിക്കുമായിരുന്നു. കാരണം അനുസരണക്കേട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിടത്ത് നിൽക്കാൻ നമുക്ക് പറ്റണം. ദീൻ അത് പരിപാവനമാണ്, അത് തെളിഞ്ഞതാണ്. കുറെ ആഭാസങ്ങളും ദീനും അങ്ങനൊന്നില്ല. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച രീതിയും രൂപവും അത് വ്യക്തമാണ്. ഇന്ന് ദീനിന്റെ പൂർണ്ണത അംഗീകരിക്കുന്ന ആളുകളെ നോക്കിയിട്ട് ആളുകൾ ഇതല്പം തീവ്രമല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് തീവ്രമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പഠിക്കാത്തതുകൊണ്ട് ജഹലിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. എന്നാൽ ദീനിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം മതിയാകാതെ വരികയും വീണ്ടും വീണ്ടും ഇതിലേക്ക് കൂടുതൽ ശിദ്ദത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. സമൂഹത്തിൽ നിന്ന് മാറി അവർ പ്രത്യേക ആബിദുകളായി ആരുമായിട്ടും ഇടപെടാതെ ബാധ്യതകളിൽ നിന്ന് ഒളിച്ചോടി ഇത്തരമൊരു ദീന് ഒരിക്കലും ദീൻ നമ്മളെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെടുത്ത് നിൽക്കാൻ, കൽപ്പിച്ചതനുസരിക്കാൻ, വിലക്കിയത് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പറഞ്ഞതിലപ്പുറം ചോദിച്ചെരന്നു വാങ്ങി കണിശത കാണിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. റസൂലുള്ള കാണിച്ച കണിശത എന്താണോ ആ കണിശതയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യം. 8-ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ശാപമാണ്. ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅദി അസ്ഫാരി, റസൂലുള്ള യാത്രയിലാണ്. വംറഅത്തുൻ മിനൽ അൻസാരി അലാ നാഖത്തിൻ ഫദജറത് ഫലഅനത്ഹാ, അപ്പോൾ ഒരു അൻസാരിയായ ഒരു പെണ്ണ് അവരുടെ ഒട്ടകം, വാഹനം അത് മോട്ട് കാണിച്ചപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ അവൾ അതിനെ ശപിക്കുകയുണ്ടായി. ഫസമിഅ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടു. റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ഖുദൂ മാ അലൈഹാ വദഊഹാ ഫഇന്നഹാ മൽഊന, നീ അതിന്റെ മേലെ കെട്ടിവെച്ച നിന്റെ സാധനങ്ങളും വസ്തുക്കളുമൊക്കെ താഴോട്ടിറക്കി വെക്ക്, എന്നിട്ട് അതിനെ യഥേഷ്ടം മേഞ്ഞു തിന്നാൻ ഉപേക്ഷിക്ക്. നീ അതിനെ ഉപയോഗിക്കരുത്, കാരണം ഫഇന്നഹാ മൽഊന, അത് ശപിക്കപ്പെട്ടതാണ്. സുഹൃത്തുക്കളെ, ഈ ഹദീസ് നമ്മളെ അറിയിക്കുന്നത് പലപ്പോഴും നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാഹനം, വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ ഫോണ്, മറ്റ് സാധനങ്ങളൊക്കെ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ പണി മുടക്കും. ഫോണൊക്കെ ചിലപ്പോൾ അത്യാവശ്യം കേട്ടത് തന്നെ ഹാങ് ആവും. വാഹനം ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ടൈമിന് സ്റ്റാർട്ടാകാതെ വരും, അല്ലേ? വീട്ടിലുള്ള സ്റ്റൗവും മറ്റ് സാധനങ്ങളും, കുക്കറും, ഇതൊന്നും ആ അത്യാവശ്യ സമയത്താണ് വർക്കാവാതാവും. ഈ സമയത്ത് നാം എന്തു പറയണം? ഈ സമയത്ത് നാം അവയെ ശപിക്കരുത്. ഒരു വസ്തുവിനെയും ശപിക്കരുത്, ഒരു മനുഷ്യനെ ശപിക്കരുത്, ഒരു വസ്തുവിനെ ശപിക്കരുത്, ഒരു ജന്തുവിനെ ശപിക്കരുത്, ഒന്നിനെയും ശപിക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ മേലുള്ള സാധനങ്ങൾക്ക് എടുത്തിട്ട് അതിനോട് വിട്ടാളെന്ന് പറഞ്ഞു റസൂലുള്ളാഹി. പലപ്പോഴും നമ്മൾ എല്ലാ സാധനത്തിനും ശപിക്കും ചെയ്യും, അതിന്റെ ഉപകാരം എടുക്കും, എന്നിട്ട് അതിനെ ശപിക്കും ചെയ്യും. അതൊരിക്കലും ശരിയല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നമുക്ക് വളരെ ഗൗരവത്തിൽ നിഷിദ്ധമാക്കുകയും ആ കാര്യം തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം,
പക്ഷേ ജീവിതത്തിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടവും അവന്റെ പ്രീതിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ജീവിതത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് വളരെ ശുഷ്കമായ കാലഘട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, നാട്ടുകാർ, ബന്ധുമിത്രാദികൾ എല്ലാ വിശ്വാസികളുടെയും ഖബറിനെ അല്ലാഹു സ്വർഗ്ഗമാക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരുടെ നന്മകൾക്ക് അല്ലാഹു പൂർവാധികം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിലേക്ക് ഒഴുക്കുന്ന ജാരിയായ കർമ്മങ്ങൾ അല്ലാഹു അവശേഷിപ്പിക്കുമാറാവട്ടെ. അവരുടെ ഖബറിലേക്കുള്ള കർമ്മങ്ങൾ ചെയ്യാൻ അനന്തരന്മാരായ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നല്ല ഒരു സമയത്ത് അവനിഷ്ടപ്പെട്ട കർമ്മത്തിലായിരിക്കെ, അവനിഷ്ടപ്പെട്ടവനായിരിക്കെ, സ്വർഗ്ഗക്കാരനായിരിക്കെ, പാപങ്ങൾ പൊറുക്കപ്പെട്ടവനായിരിക്കെ, അല്ലാഹുവിന്റെ തൃപ്തി നേടിയിരിക്കെ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിന്റെ ശീലമായി മാറിയ തിന്മകളെ എന്നേക്കുമായിട്ട് ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പടച്ച റബ്ബ് നമുക്ക് നൽകിയ എല്ലാറ്റിനെയും അല്ലാഹുവിന് പ്രീതിപ്പെട്ട അവസ്ഥയിൽ ഉപയോഗിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാറ്റിലും ബർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കളിൽ ദീനീബോധമുള്ള, പാണ്ഡിത്യമുള്ള, സമൂഹത്തിന് പ്രതിബദ്ധതയുള്ള നല്ല മക്കൾ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ സമയത്തിലും നമ്മുടെ അറിവിലും നമ്മുടെ കഴിവിലും നമ്മുടെ എല്ലാ നീക്കങ്ങളിലും അല്ലാഹു ബർക്കത്തും റഹ്മത്തും എളുപ്പവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു നീക്കിത്തരുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളിലും പടച്ച റബ്ബിലേക്ക് അഭയപ്പെടാനുള്ള ഈമാൻ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നഷ്ടങ്ങളിൽ നമുക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദുഃഖങ്ങൾക്ക് പകരം അല്ലാഹു സന്തോഷം നൽകുമാറാവട്ടെ. നമ്മുടെ നല്ല മുറാദുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഒരുക്കി വെച്ച സ്വർഗ്ഗം അത് നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും സ്വാതന്ത്ര്യവും നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ചിദ്രതയും കലാപവും വിതക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു സൽബുദ്ധി തോന്നിക്കുമാറാവട്ടെ. രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന പലസ്തീനികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അല്ലാഹു ആശ്വാസവും രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരക്തം കണ്ട് കൊതി തീർന്നിട്ടില്ലാത്ത ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. മനുഷ്യ സ്നേഹികൾക്ക് അല്ലാഹു രാജ്യത്തുടനീളം അധികാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.